ഇനി രാവിനെ പ്രകാശിപ്പിക്കാൻ സൂര്യൻ തരും ഊർജം. ഗ്രീൻ സോളാർ, ഡ്യൂറബിൾ ആൻഡ് ഹൈ ക്വാളിറ്റി സോളാർ ലൈറ്റ്സ്. കൂടാതെ വീടലങ്കരിക്കുവാനുള്ള ഇലക്ട്രിക്കൽ ഫാൻസി ലൈറ്റുകളും. ഇവയെല്ലാം ഹോൾസെയിൽ വിലയിൽ. ഗ്രീൻ സോളാർ, എത്തിംഖാന റോഡ്, നിയർ BSNL ഓഫീസ്, ചെറുതുരുത്തി. PKS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ഘാടനം ദളിത് ശോഷൺ മുക്തി മഞ്ച് അഖിലേന്ത്യാ പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. അതിൻ്റെ എല്ലാം പരമായിട്ടുള്ള അക്ഷരവും അറിവും എല്ലാം കൊടുക്കേണ്ടതാണ് എന്നൊരു രീതിയിലേക്ക് നമ്മൾ ശ്രമമാണ്. ആ അറിവ് അപ്പോഴും ലഭിച്ചത് വളരെ വൈകിയാണ് ലഭിച്ചതെന്ന് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവർക്കും തുല്യമായിട്ട് അപ്പോഴും അറിവ് കൊടുക്കാൻ തയ്യാറാണ്. നമ്മുടെ കേരളത്തിലെ സമര ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയ ഒട്ടേറെ സമരങ്ങൾ കാണാൻ. അതിൽ നാം എടുത്തു പറയുന്ന ഒരു മഹാനായ നേതാവ് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉജ്ജ്വലമായ സമരമുണ്ട്. അതെല്ലാം നമ്മളെല്ലാം മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അദ്ദേഹം അറിവിന് വേണ്ടിയുള്ള സമരം സംഘടിപ്പിക്കാൻ വേണ്ടി. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ M.K. സുദർശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PKS സംസ്ഥാന ട്രഷറർ VR ശാലിനി, UR പ്രദീപ് MLA, K. രവീന്ദ്രൻ, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, PK. ശിവരാമൻ, NV. സന്തോഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി KV. രാജേഷ്, PA. ലജിക്കുട്ടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. UPSC, SSC, RRB, NDA, PSC എന്നിവ മുഖാന്തരം നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അക്കാദമിക്ക് കീഴിൽ സൗജന്യമായ പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. 8, 9, 10, +1, +2 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ഒരു വർഷത്തെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിനാണ് ആദ്യമായി തുടക്കം കുറിക്കുന്നത്. നഗരമധ്യത്തിലെ ചില ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് പരിശീലനം നൽകുന്നത്. കേരള സർക്കാർ നടത്തുന്ന സിവിൽ സർവീസ് അക്കാദമിയിൽ ക്ലാസ് എടുക്കുന്ന പ്രഗത്ഭരാണ് അധ്യാപക പാനലിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഏപ്രിൽ 27-ന് ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ രാവിലെ 9-ന് പരിശീലനത്തിന് തുടക്കം കുറിക്കും. ഉയർന്ന സാമ്പത്തിക ചെലവ് വരും എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റ് സ്ഥാപനങ്ങൾ, കമ്പനികൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നും ചെലവിനായുള്ള പണം കണ്ടെത്താനാണ് തീരുമാനം. BCV ന്യൂസ്, വടക്കാഞ്ചേരി.